എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി, മറ്റെവിടെയല്ല, എൻ്റെ നാടായ മാളയിലാണ്. ഇത്രയും ഭക്ഷണങ്ങളും ഈ സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ഹോട്ടലിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ എൻ്റെ നാടായ മാളയിൽ എൻ്റെ സുഹൃത്താണ് കൂടെ ഉള്ളത്. സുഹൃത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ വരും. അപ്പോൾ അൽമൈദ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അൽമൈദയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റോബോട്ടിക് ബിരിയാണി. നമ്മൾ ഒരുപാട് ബിരിയാണികൾ കണ്ടിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണി, എന്താ പറയുക, തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി, മാഞ്ഞാലി ബിരിയാണി, ദം ബിരിയാണി, ഒരുപാട് ബിരിയാണീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അൽമൈദ സ്പെഷ്യൽ ബിരിയാണീസ്, ഈ കാണുന്നതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിരിയാണീസാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് റോബോട്ട്, അതായത് മെഷീനിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകരായിട്ട്, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരുമായിട്ട് ഈ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ എന്നല്ല, തീർച്ചയായിട്ടും താല്പര്യം തോന്നുന്നവർക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത്തരം രുചികൾ ആസ്വദിക്കാം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ രുചികളിലേക്ക് പോകാം. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ഓണേഴ്സ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഓണേഴ്സ് നമ്മൾ ഔപചാരികമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള സാദിഖ് ഭായും, ഞാൻ സാദിഖാന്നാണ് വിളിക്കുന്നത്, അതുപോലെ തന്നെ ഉമിത്തയും. അപ്പോൾ അവർ തന്നെ അവരെ പരിചയപ്പെടുത്തും. സാദിഖ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ലോകമെമ്പാടുമുള്ള ഒരുപാട് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സംഭവമാണ്. കാരണം ഈ റോബോട്ടിക് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പറയൂ. നമ്മൾ ശരിക്കും ഒന്ന് പരിചയപ്പെടുത്ത്. ഞാൻ സാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽമൈദ എന്ന ഇതിൻ്റെ ചെയർമാനാണ് ഞാൻ. അപ്പോൾ ഞങ്ങളിത് ഇതിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 17 വർഷത്തോളമായിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഒരുപാട് ബിരിയാണികൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഒരുപാട് മിഷനറികളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ആ മിഷനറികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഞങ്ങൾക്ക് ജർമ്മനിയിൽ നിന്നുള്ള ഞങ്ങളുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള മോഡേൺ ടെക്നോളജി അടങ്ങിയ ഞങ്ങളുടെ ഈ പുതിയ മെഷീൻ, കോമ്പി മെഷീൻ. അങ്ങനെയാണ് ഞങ്ങൾ അതെടുക്കുന്നത്. പിന്നെ അതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു മെച്ചം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമ്പുഷ്ടത, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആ മേന്മ, ആ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ആ മെഷീനിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട് നമ്മൾക്ക് സാധിക്കും. അതുകൂടാതെ മറ്റുള്ള ഒരു കാര്യങ്ങളും അതിൽ നിന്ന്, ആ ഫുഡിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. ആ ഫുഡ്, അതായത് ഇപ്പോൾ ചിക്കനായിക്കോട്ടെ, അല്ലെങ്കിൽ മട്ടനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റേറിയൻ ഇതായിക്കോട്ടെ. ഇനി ആ മെഷീന് ടെക്നോളജി ഒരുപാടുണ്ട്. അതായത് 2000 അല്ലെങ്കിൽ 5000 മുട്ട പുഴുങ്ങണം. നമുക്ക് വെറും നിസ്സാര മിനിറ്റ്, 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ മതി. അതുപോലെ തന്നെ മറ്റുള്ള ഫുഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ ബിരിയാണി എന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ കൺസെപ്റ്റിലുള്ളത് പഴയ കാലത്ത് ആ ബിരിയാണി ചെമ്പ്, പിന്നെ ഉരുളി, ഇതൊക്കെ ആയിട്ട് ആളുകൾ വന്ന് കുറേ കരി പിടിച്ച്, ചെമ്പ് പിടിച്ച്, ആ ഇരിക്കുന്ന വീട്ടിലുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പുകയും കരിയും പിടിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇത് നല്ല ഹൈ ടെക്നോളജി ഉപയോഗിച്ച്, അതായത് വളരെ ഹൈജീനിക്കായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി വരുന്നത്. കൂടാതെ അമേരിക്കൻ കണ്ടെയ്നറിൽ ഇത് അടച്ച് വളരെ നീറ്റായിട്ടാണ് ഓരോ വീട്ടിലേക്കും കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അത് തരുന്നത്. ആ ഉണ്ടാക്കുന്ന അതേ ചൂടോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വിളമ്പാനും നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ അത് കഴിക്കുവാനുള്ള സൗഭാഗ്യവും ഉണ്ടായിരിക്കും. അത്രമാത്രം വളരെ ഹൈജീനിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വൃത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. എന്താണ് പറയാനുള്ളത്? ഇത് സാദിഖയുടെ ഭാര്യയാണ്, ഒന്ന് പരിചയപ്പെടുത്തു. ഞാനും മൈബാൻ സാദിഖ്. ഇതിൻ്റെ ഫൈനാൻസും അതിൻ്റെ ടേസ്റ്റ് കണ്ടൻസൊക്കെ ഞാൻ തന്നെയാണ് അതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തരണം. നമ്മളപ്പോഴേക്കും നമ്മൾ വറീഡാവും, ഈ മരുന്നിന് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിന് അല്ലെങ്കിൽ നമ്മളെ ബാഹ്യമായിട്ട് എന്തെല്ലാം ബാധിക്കുന്നു എന്നുള്ളതൊന്നും നമ്മൾ ആരും ചിന്തിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെ
ഈ ടേസ്റ്റ് മാർക്കേഴ്സോ കളേഴ്സോ ഒന്നും ചേർക്കാത്ത രീതിയിൽ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് ആളുകളുടെ ഹെൽത്തിന് മാക്സിമം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും നിലനിർത്തിക്കൊണ്ട് ഈ ഒരു സംഭവം രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾക്ക് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കഴിക്കുന്നവരെല്ലാവരും പറയുന്നുണ്ട് ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയറിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. പിന്നെ ബിരിയാണി ആണെങ്കിൽ പോലും ഒരു സോപ്പ് പോലും വേണ്ട നമുക്ക് കൈ കഴുകണമെങ്കിൽ, അത്രയ്ക്ക് ഓയിൽ കണ്ടൻസൊക്കെ കുറച്ചിട്ടാണ് അതിൻ്റെ ഞങ്ങൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നതും. എന്നാൽ ടേസ്റ്റിന് ഞങ്ങൾ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല നാച്ചുറലായിട്ടുള്ള എല്ലാവിധ ടേസ്റ്റ് ചേർത്ത് നല്ല ടേസ്റ്റോടുകൂടി തന്നെയാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. റോബോട്ടിക് ബിരിയാണി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ശരിക്കും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് നമ്മളുടെ ഇവിടെ ഇപ്പോൾ റൈസ് കഴുകുന്നത് മെഷീനിലാണ്, റൈസ് പിന്നെ എല്ലാ മീറ്റുകളും എല്ലാ വെജിറ്റേറിയൻ കട്ട് ചെയ്യുന്നതും മെഷീനിലാണ്, മീറ്റ് കഴുകുന്നതും മെഷീനിലാണ്, നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുന്നില്ല. ഇത് കൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മസാല ചേർക്കണം. മസാല നമ്മൾ തന്നെ തനതായ ശൈലിയിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന മസാലയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പുറമേ ഉള്ള കമ്പനികളുടെ മസാലയും ഞങ്ങളിവിടെ എടുക്കുന്നതല്ല. ഇവിടെ ഞങ്ങൾ തന്നെ മല്ലി, മുളക്, മഞ്ഞൾ, മറ്റുള്ള സാധനങ്ങളെല്ലാം പൊടിച്ച് റെഡിയാക്കി അതിൽ ഗരം മസാലയും ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ചേർത്ത് അതിനുശേഷമാണ് മസാല കൂട്ടുന്ന മെഷീനിലേക്ക് ഈ മസാല ഇട്ടിട്ട് മീറ്റ് റെഡിയാക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ കോമ്പി മെഷീനിൽ വെച്ച് അരിയും വേവിച്ചെടുക്കും. ഹാഫ് ബോയിലിങ്ങിലുള്ള ചോറാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മളെ മീറ്റും നമ്മളതിൽ വേവിച്ചെടുത്തതിന് ശേഷം ദമ്മിടുകയാണ്. ദമ്മിടാൻ 20 മിനിറ്റ് മതി. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ബിരിയാണിയാക്കി തരാൻ നിങ്ങൾക്ക് സാധിക്കും. 1 മണിക്കൂർ കൊണ്ട് എത്ര മാത്രം ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ചിട്ട് ഒരു കോമ്പിയുടെ കപ്പാസിറ്റി 800 ബിരിയാണിയുടെ കപ്പാസിറ്റിയാണ്. ഞങ്ങൾക്ക് 1600 ബിരിയാണി ഉണ്ടാക്കാൻ കേവലം 1.5 മണിക്കൂറോളം ഉണ്ടെങ്കിൽ 1600 ബിരിയാണി ആക്കാൻ. കുബൂലി മുസല്ലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൈസ് റോ ബസ്മതി റൈസാണ്. നമ്മളിവിടെ ജുഗൽബന്ദിക്ക് ഉപയോഗിക്കുന്ന ബോയിൽഡ് ബസ്മതി റൈസ് ഉണ്ട്, പക്ഷേ ഇത് റോ ബസ്മതി റൈസാണ്. അത് സാധാരണഗതിയിൽ വടക്കേ ഇന്ത്യയിലും ഹൈദരാബാദിലൊക്കെ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് റോ ആണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ റോ ബസ്മതി റൈസ് കുറച്ചധികം സോക്കിംഗ് ടൈം അതിനുണ്ട്. മസാലയ്ക്ക് മാരിനേഷൻ ടൈം കൂടുതൽ ഉള്ള പോലെ റൈസിനും സോക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ കുറച്ചധികം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കുബൂലി മുസല്ലം. അതിൻ്റേതായ വ്യത്യാസം അതിനുണ്ട്. പിന്നെ വളരെ റിച്ചാണ്, വളരെ പ്രോട്ടീനും മറ്റുള്ള പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു മീലാണിത്. താങ്ക് യു ഹാരിസ്, അൽമായിദ കമ്പനി സന്ദർശിച്ചതിനും അൽമായിദയെ പറ്റിയിട്ട് ലോകം മുഴുവൻ അറിയിക്കുന്നതിനും വളരെയധികം നന്ദി. ഞാൻ അഷ്റഫ്, അൽമായിദയുടെ ഡയറക്ടറാണ്. ഇതെൻ്റെ സഹധർമ്മിണി അഡ്വക്കേറ്റ് സെബീന അഷ്റഫ്, അൽമായിദയുടെ ലീഗൽ കമ്പനി കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആളാണ്. ഇതിനു മുമ്പ് നമ്മുടെ ചെയർമാൻ അൽമായിദ കൺസെപ്റ്റിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് എനിക്ക് പറയാനുള്ളത് ഇത് എങ്ങനെ നിങ്ങൾക്കിത് സാധ്യമാവും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഞങ്ങളേതായാലും ഞങ്ങളുടെ വിപണന ശൃംഖല ലോകത്ത് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ ലൈവ് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ കൊടുക്കുന്നത്. ലൈവ് ഔട്ട്ലെറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളിപ്പോൾ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പോലെ അതേ മോഡൽ തന്നെ അതിൻ്റെ ചെറിയ മെഷീൻ വെച്ചിട്ടുള്ള ലൈവ് ഔട്ട്ലെറ്റുകളാണ്. നിലവിലുള്ള മൾട്ടിനാഷണൽ ഫുഡ് ബ്രാൻഡുകൾ ചെയ്യുന്ന പോലെ തന്നെ അവിടെ തന്നെ ഔട്ട്ലെറ്റിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് ലൈവായിട്ട് നേരിട്ട് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രീതി ചൂടോടുകൂടി. അതാണ് ലൈവ് ഔട്ട്ലെറ്റിൻ്റെ പ്രത്യേകത. ബിരിയാണി ഉണ്ടാക്കുന്നതെല്ലാം ലൈവ് ഔട്ട്ലെറ്റിൽ അവിടെ തന്നെയാണ് ഉണ്ടാക്കുക. നമ്മുടെ സെൻട്രൽ കിച്ചണിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത ചിക്കനും മറ്റു റോ മെറ്റീരിയൽസുമാണ് നമ്മൾ ലൈവ് ഔട്ട്ലെറ്റിലേക്ക് എത്തിക്കുക. അവിടെ നിന്ന് നേരിട്ട് ലൈവായിട്ട് തന്നെ കസ്റ്റമറിന് കൊടുക്കുന്ന രീതിയാണ്. അത് കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ ടൗണുകളിലും അൽമായിദ ലൈവ് ഔട്ട്ലെറ്റ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് പുതിയതായിട്ട് 2 ലൈവ് ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട്, പെരുമ്പാവൂരും ആലുവയിലും. അതുകൂടാതെ ഇനി പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ആകാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലൈവ് ഔട്ട്ലെറ്റ് കോട്ടയ്ക്കൽ വരുന്നുണ്ട്. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലാണ്.
പിന്നെ അടുത്ത ഔട്ട്ലെറ്റ് കാക്കനാട് വാഴക്കാലയിൽ വരുന്നുണ്ട്. വളരെ തിരക്കുള്ളൊരു സ്ഥലത്താണ് എല്ലായിടത്തും നമ്മുടെ ലൈവ് ഔട്ട്ലെറ്റ് വരുന്നത്. അതുപോലെ കൊപ്രയാർ വരുന്നുണ്ട്. അതുകൂടാതെ ഈ വരുന്ന മാസങ്ങളിൽ പരമാവധി കേരളത്തിൽ 30ഓളം ലൈവ് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. ലൈവ് ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ താല്പര്യമുള്ളവർ അൽമൈദയായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. സാധാരണ നിലവിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ ലൈവ് ഔട്ട്ലെറ്റുകൾ പോലെ, ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റുകൾ പോലെ ആ സിസ്റ്റത്തിലാണ്, അവരുടെ മാർക്കറ്റിംഗ് രീതിയിലാണ് നമ്മൾ ലൈവ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഹെൽത്തി ഫുഡാണെന്ന് മാത്രം. റൈസ്, ഇന്ത്യയുടെ റൈസും കേരളത്തിൻ്റെ തനതായ 5000ഓളം വർഷം പഴക്കം പാരമ്പര്യമുള്ള നമ്മുടെ സ്പൈസസിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള രുചിയും ഈ രണ്ട് കോമ്പിനേഷനും ഉപയോഗിച്ചിട്ട് അറബിക്, കേരള, അതോടൊപ്പം തന്നെ ഹൈദരാബാദി ഡിഷസാണ് നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ അരി ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് താല്പര്യം വർദ്ധിച്ചു വരികയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം അരിയോടുള്ള താല്പര്യം കൂടിക്കൊണ്ടുവരുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ അരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, കംപ്ലീറ്റ് മീൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അൽമൈദ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള കംപ്ലീറ്റ് മീൽ ബിരിയാണി ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഏതായാലും നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളിൽ വന്ന് കഴിക്കുകയും വേണം. അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ബ്രാൻഡഡ് ഫുഡിൻ്റെ മേഖലയിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അൽമൈദയെ കോൺടാക്ട് ചെയ്ത് ഏറ്റവും നന്നായി തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ വരുന്ന രീതിയിലുള്ള പാക്കേജുകൾ അൽമൈദയ്ക്കുണ്ട്. അതിന് നിങ്ങളെ സഹൃദയം ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞാൻ സബീന അഷ്റഫ്, ഞാൻ അൽമൈദയുടെ ഡയറക്ടറാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് നിങ്ങൾ കണ്ടു. അത് ഞങ്ങൾ പ്ലാന്റ് കീപ്പ് ചെയ്യുന്നത് അത്രയും ഹൈജീനിക്കായിട്ടാണ്. ഈ ഹൈജീനിറ്റി നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ജർമ്മൻ മെഷീനൊക്കെ സ്ഥാപിച്ചത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മുടെ മക്കൾക്കും നമ്മൾ സെർവ് ചെയ്യുന്നത് ഹെൽത്തി ഫുഡാണ്. അതിനകത്ത് ഒരിക്കലും നമ്മൾ കളറോ എസൻസോ അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റുള്ള മക്കൾക്കും, അതുപോലെ നമ്മുടെ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ അത്രയും ഹെൽത്തി, അതായത് വയറിനോ ശരീരത്തിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഉള്ള പ്രിപ്പറേഷൻസാണ് ഇവിടെ നടക്കുന്നത്. ചിക്കനാണെങ്കിൽ നമ്മളൊരിക്കലും ജ്യൂസി ചിക്കനാണ്. അത് കഴിച്ചാൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും, അത് വയറിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പിന്നെ അതിനകത്ത് മാരിനേഷനിലും നമ്മൾ അത്രയും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ക്വാളിറ്റി കൺസിസ്റ്റൻസിയാണ്. ഇപ്പം ഞങ്ങൾ ഫ്രാഞ്ചൈസി എല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2, 3, 4 ഔട്ട്ലെറ്റുകൾ ഫ്രാഞ്ചൈസി ആയിട്ടുമുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ പോയി കഴിച്ചാലും ഈ പ്ലാന്റിൽ നിന്ന് കഴിക്കുന്നതും ഏത് ഫ്രാഞ്ചൈസിയിൽ കഴിച്ചാലും ഒരേ ടേസ്റ്റാണ് കിട്ടുക. പിന്നെ എല്ലാവരും വന്ന്, ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനിതിൻ്റെ ഒരു ഓണറായതുകൊണ്ട് പറയുന്നു എന്ന് വിചാരിക്കരുത്. എല്ലാവരും വന്ന് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞാലും പുതിയ എല്ലാ സംരംഭകർക്കും ഇപ്പോൾ പ്രവാസികളായിട്ട് ഒത്തിരി പേര് റിട്ടേൺ വന്നവരുണ്ട്. അവർക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നതിനും, അതുപോലെ ഞങ്ങളെപ്പോലുള്ള ലേഡീസ്, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും ഈ ഒരു ഫീൽഡ് നമുക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ലേഡീസാണ് ഈ പ്ലാന്റിൽ കൂടുതൽ സമയം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലേഡീസായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന വനിതാ സംരംഭകരുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യണം എന്ന് നോക്കിയാൽ ഇതൊരു ഈസി മെത്തേഡാണ്. കാരണം നമ്മുടെ ചെറിയ മെഷീനാണ്, ഒരു ഷെഫിനെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ അറിയില്ലെങ്കിൽ പോലും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന ചിക്കൻ, നമ്മളെ ഓരോ ട്രേയിലേക്കുള്ള ചിക്കനും റൈസും പാക്ക് ചെയ്താണ് വിടുന്നത്. അത് ജസ്റ്റ് പൊട്ടിച്ച് ഈ ട്രേയിലേക്ക് നിറയ്ക്കുക. നമ്മുടെ ബിരിയാണി മെഷീനിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലിട്ട് ഇത് ലോഡ് ചെയ്യുക. ഇത്ര ഈസി മെത്തേഡ് നിങ്ങൾക്ക് ഒരിക്കലും വേറെ എവിടെയും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ലേഡീസിനും ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനൊരു ചെറിയ ഫ്രാഞ്ചൈസികളൊക്കെ തുടങ്ങാം എന്നാണ് ഞങ്ങളുടെ ഈ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അൽമൈദ സ്പെഷ്യൽ വെജ് ബിരിയാണി ഉണ്ട്, അതുപോലെ മട്ടൻ മുഗളായി ബിരിയാണി, അതുപോലെ സ്പെഷ്യൽ ഇത് എന്താണ്, ഇത് നമ്മുടെ ജുഗൽബന്ദി ചിക്കൻ ജുഗൽബന്ദി, നമ്മുടെ ബന്ദിക്കൊക്കെ പകരമായിട്ട് ബദലായിട്ട് നിൽക്കുന്ന സംഭവമാണ് അത്. അതുപോലെ അൽമൈദ ഫിഷ് ബിരിയാണി ഇവിടെ കാണാം. അൽമൈദ ഫിഷ് ബിരിയാണി,
അതുപോലെ കൂലി മുസല്ല. കുബൂലി മുസല്ലം, സാധാ നെയ്ച്ചോറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാരിസ് കാക്ക എന്ത് ഇത്രയും വലിയ തീറ്റപ്രേമിയാണോ? തീർച്ചയായിട്ടും അതിനെ കണ്ടാൽ തന്നെ അറിയാലോ. ഹാരിസ് അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം കഴിക്കേണ്ടത്? അധികം സ്പൈസ് കുറഞ്ഞ, തീരെ സ്പൈസ് ഇല്ലാത്ത നമ്മുടെ ജുഗൽബന്ദി കഴിക്കാം. ജുഗൽബന്ദി ചിക്കൻ ജുഗൽബന്ദി ജുഗൽബന്ദി എന്നുള്ള പേര് തന്നെ ഉണ്ടല്ലോ.